കാലവർഷം വിടവാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് ഗൾഫിൽ. ഒമാനിലെ സലാല നിവാസികൾ. ഇക്കുറി ഏറ്റവും കൂടുതൽ വെള്ളം ലഭിച്ച വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സലാലയിലെ കർഷകർ ഏറെ സംതൃപ്തരുമാണ്. പച്ചപ്പിൻ്റെ വിസ്മയം തീർക്കുന്ന സലാലയിലേക്കാണ് ഇനി. കുളിരു കോരിയിട്ട് നാട്ടിൽ തിമിർത്തു പെയ്യുന്ന മഴയുടെ വാർത്തകൾ മരുഭൂമിയിലെ മലയാളിയെ കുറച്ചൊന്നുമല്ല നൊമ്പരപ്പെടുത്തിയത്. ഗൾഫിലെ 50 ഡിഗ്രി ചൂടിൽ നിന്ന് നാട്ടിലെത്താൻ, അതുമല്ലെങ്കിൽ ഒമാനിലെ സലാലയിലേക്കെങ്കിലും എത്താൻ അവർ കൊതിച്ചു. കണ്ണിനും മനസ്സിനും കുളിര് തേടിയെത്തിയ ലക്ഷങ്ങൾക്ക് മുന്നിൽ പെയ്തിറങ്ങിയ സലാലയിലെ മഴയുത്സവം കൊടിയിറങ്ങി. ഖരീഫ് കാലത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച മഴ ലഭിച്ചതിനാൽ നീരുറവകളെല്ലാം നിറഞ്ഞൊഴുകി. പ്രദേശമാകെ പച്ചയണിഞ്ഞു. ഒഴുകിയെത്തിയ സഞ്ചാരികൾ മനം കുളിർക്കുന്ന കാഴ്ചകൾ കണ്ടാണ് മടങ്ങിയത്. നാട്ടിൽ മഴക്കാലം ജൂണിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇവിടെ ജൂലൈയിലാണ് മഴ തുടങ്ങുന്നത്. സെപ്റ്റംബർ ആദ്യത്തോടെ അവസാനിക്കും. നൂൽമഴയെന്നോ ചന്നം മിന്നം പെയ്യുന്ന മഴയെന്നോ പറയാവുന്ന മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരു മാസത്തോളം സൂര്യനെ കാണാൻ കഴിയാത്ത രൂപത്തിൽ മഴ തുടർച്ചയായി നിന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. മലകളിലെല്ലാം മരങ്ങൾ തളിർത്ത് ചെടികൾ വളർന്ന് കാടുകളായി മാറി. മഴ ആസ്വദിക്കാൻ ഒമാൻ സ്വദേശികൾ പട്ടണത്തിലുള്ള അവരുടെ വീടുകൾ വിട്ട് മലയടിവാരത്തിൽ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ടെന്റുകളിലേക്ക് താമസമാക്കും. കുളിരാർന്ന കാലാവസ്ഥ ആസ്വദിക്കാൻ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 4 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് എത്തിയത്. ദുബൈ, സൗദി, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ സഞ്ചാരികൾ എത്തിയത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി മലയാളികളും എത്തി. സലാലയിൽ വന്നപ്പോൾ ഇത് എൻ്റെ പഴയ കേരളമാണെന്ന് തോന്നി. പോകുന്ന വഴികളിലൊക്കെ നിരനിരയായ തെങ്ങിൻ തോപ്പുകൾ, വാഴത്തോപ്പുകൾ, പപ്പായത്തോട്ടങ്ങൾ, കരിമ്പ് തോട്ടങ്ങൾ, വെറ്റിലത്തോട്ടങ്ങൾ, അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ കോൾമയിൽ കൊണ്ടുപോയി. വലിയ ഒരു അനുഗ്രഹം പോലെയാണ് എനിക്കത് തോന്നിയത്. സലാലയ്ക്ക് ഇവിടം ഭൂമിയുടെ സ്വർഗമാണെന്ന് പറയാൻ തോന്നിപ്പോകുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കത്. മലയും ചെരിവുകൾ പോലെയുള്ള ഭാഗങ്ങളിൽ കേരളത്തിൽ ഇന്ന് കാണാനില്ലാത്ത അനേകം സസ്യങ്ങൾ, പൂക്കൾ ഞാൻ കണ്ടു. അതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. അതൊക്കെ ഇല്ലാതെയായിരിക്കുന്നു, പോയി മറഞ്ഞു. നമ്മൾ അതൊക്കെ നശിപ്പിച്ചു. ഒരേ സമയം ഇത്രയും ആളുകൾ എത്തിയത് വലിയ ഗതാഗത കുരുക്ക് തന്നെ സൃഷ്ടിച്ചു. ഹോട്ടലുകളും ഫ്ളാറ്റുകളും നിറഞ്ഞതിനാൽ ഉയർന്ന വാടക നൽകിയാണ് പലരും താമസിച്ചത്. ഇവിടുത്തെ കച്ചവടക്കാർക്കെല്ലാം നല്ല വ്യാപാരമാണ് ഈ സീസണിൽ ലഭിച്ചത്. കരിക്ക് കടകളിൽ പലതിനും സാധനങ്ങൾ കൊടുക്കാൻ നന്നേ പ്രയാസപ്പെട്ടു. വാദി ദർബാത്ത്, ഐൻ അർസാദ്, ഐൻ സഹൽനോത്ത്, ഐൻ ഗർസീസ്, മുക്സൈൽ ബീച്ച്, കുന്ദ്രിക്ക പാർക്ക്, ഇത്തീൻ കേവ് പാർക്ക് തുടങ്ങിയ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അവധിക്കാലത്ത് നാട്ടിൽ മഴ ആസ്വദിച്ച് തിരികെ എത്തിയ മലയാളി കുടുംബങ്ങളെ ഇവിടെയും മഴയാണ് എതിരേറ്റത്. പല പ്രവാസി കുടുംബങ്ങളും വാരാന്ത്യ അവധി ദിനങ്ങൾ ചിലവഴിക്കുന്നത് ജബലുകൾ എന്ന് വിളിക്കുന്ന മലമ്പ്രദേശങ്ങളിലാണ്. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാട് മിസ്സാകുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ആ മഴ സമയത്ത് നാട്ടിൽ പോകാത്ത നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് മഴ ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം. നമ്മളിതേമാതിരി എല്ലാ പ്രാവശ്യവും വീക്കെൻഡിൽ നമ്മൾ വന്ന് കുടുംബസമേതം ഇവിടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ കാഴ്ച, ഈ പച്ച കാഴ്ച, നാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഈ കാഴ്ച മിസ്സാകാത്ത രീതിയിൽ മാക്സിമം എൻജോയ് ചെയ്യാൻ വരാറുണ്ട്. സലാല ടൂറിസം ഫെസ്റ്റിവലിന്റെ പ്രധാന ആഘോഷങ്ങൾ നടന്നത് ഇത്തീനിലെ ഫെസ്റ്റിവൽ നഗരിയിലാണ്. അറബ് ലോകത്തെ പ്രശസ്തരായ നിരവധി കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ ഇവിടെ അരങ്ങേറി. ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ നടക്കുന്ന കരിമരുന്ന് പ്രയോഗം സഞ്ചാരികൾക്ക് ദൃശ്യവിരുന്നായി. ഫെസ്റ്റിവൽ നഗരിക്ക് മുകളിൽ വർണ്ണക്കുടകൾ തീർത്ത കരിമരുന്ന് പ്രയോഗം ഏറെ പേരെ ആകർഷിച്ചു. സലാല തീർത്തും ഒരു വിസ്മയമാണ്. ആസ്വദിച്ചു മാത്രം അറിയേണ്ട വിസ്മയം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരാതെ പോകരുത്. സ്വാഗതം. ഈ കുളിർക്കാലം പതിവ് തെറ്റാതെ എത്തും.